നമസ്കാരം സുഹൃത്തുക്കളെ, ജസ്ലിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അലൈൻ സാനയിലാണ്. എൻ്റെ വണ്ടിയുടെ സീറ്റ് കവർ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ. അപ്പോൾ വണ്ടി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ സീറ്റ് കവറിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയൊക്കെ നടക്കും, ഷൂ ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന വഴി. അപ്പോൾ അതിലൊക്കെ ആകെ അഴുക്കായി. അപ്പോൾ സീറ്റ് കവർ ഞാൻ ക്ലോത്ത് ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത്, അത് മാറ്റിയിട്ട് റെക്സിൻ ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. മലയാളീസിൻ്റെ ഉണ്ട്, പാകിസ്ഥാനീസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ബംഗാളീസ്, ഇറാനീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പല ഷോപ്പിലും പല റേറ്റാണ് ഇവർ പറയുന്നത്. ഞാൻ അവർ ഫിക്സ് ചെയ്യുന്നതിൻ്റെ രീതിയുടെ ആണോ അതോ എന്താണെന്നറിയില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഫിറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് വണ്ടിയുടെ സീറ്റിൻ്റെ അതേ സൈസിനനുസരിച്ചിട്ടാണ് അത് അടിച്ചു വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിൻ്റെ ആ ഷേപ്പിലായിരിക്കും. അപ്പോൾ അത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കടകളിൽ ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്. ഫൈനലി എവിടെയാണ് പൈസ ഇത്തിരി കുറവും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അവിടെ നമ്മൾ പോയിട്ട് കാര്യങ്ങൾ സെറ്റാക്കും. പിള്ളേർ ഓടിക്കളിക്കലാണ് ഇവിടെ. അപ്പോൾ സീറ്റൊക്കെ ആകെ കച്ചറയായി. അപ്പോൾ ഒരു സീറ്റ് കവർ മാറ്റാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ഞാനൊന്ന് ഇവിടെ അന്വേഷിച്ച് നോക്കട്ടെ. ഭയ്യ ये वेलफिट का लास्ट कितना बोला? 400 तक मिल जाएगा. 400 ये लास्ट है? बिल्कुल लास्ट है, बिल्कुल. भाई वेलफिट का सीट है वेलफिट, हाँ कितना आएगा? कोरोला 2008. 2008 हाँ रेक्सिन टाइप चाहिए मुझको, ग्रे कलर. 550 आ गया. 550. ഒരുപാട് കടകൾ ചോദിച്ചു, എല്ലായിടത്തും 400, 450, 550 വരെ പറഞ്ഞു വെൽഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്. അപ്പോൾ അതിനിടയിൽ ഒരാൾ പറഞ്ഞു നമ്മളുടെ സനയ പോസ്റ്റ് ഓഫീസിൻ്റെ, അതായത് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇവിടെ, അതിനടുത്ത് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞൊരു കാട് ഷോപ്പിൽ ചിലപ്പോൾ ഇത്തിരി കുറവുണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കാം നമുക്ക്. ഷംസുഖാനല്ലേ? ഞാൻ സീറ്റ് കവറൊന്ന് മാറ്റണം. കുറേ ആൾക്കാരായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. വണ്ടി ഫുള്ള് വണ്ടികളാണല്ലോ. മാഷാല്ല, നമ്മളെ വണ്ടി ഒന്ന് കയറ്റാൻ ഇത്തിരി സ്പേസ് അപ്പം കിട്ടും. 10 മിനിറ്റ് ഇൻഷാല്ലാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ വരും, അവർക്കും നിങ്ങൾ എനിക്ക് തരുന്ന റേറ്റിന് കൊടുക്കണം. ഉറപ്പാണോ? ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ വന്നതല്ല, വണ്ടി കഴുകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്കൊന്നും എടുത്തില്ല, അതുകൊണ്ട് എൻ്റെ വോയിസ് അത്രമാത്രം ക്ലിയർ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഷംസുഖാട് ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. ഷംസുഖാട് ഷോപ്പിൻ്റെ പേര് നൂർ അലൈൻ അപ്പോൾ ഹോൾസെറി എന്നാണ്. അപ്പോൾ ഷംസുഖാക്ക് 2-3 ഷോപ്പുകളുണ്ട് ഇവിടെ. ഇത് നമ്മുടെ സീറ്റ് കവറൊക്കെ ചെയ്യുന്നൊരു ഷോപ്പാണ്. അതുപോലെ തന്നെ അവിടെ കാസ്കോ കാർ കെയർ സൊല്യൂഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നമ്മുടെ കാറിൻ്റെ ഉൾഭാഗമൊക്കെ ഡീപ്പ് ക്ലീനിങ്, അതുപോലെ തന്നെ സീറ്റ് കവറിൻ്റെ വർക്കുകളുണ്ട്, സീറ്റ് കവറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്, കാർ ഫിലിമിങ്ങിൻ്റെ പരിപാടിയുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോഴേക്കും ഷംസുഖ ആൾ സപ്പോർട്ടാണ് കേട്ടോ, എല്ലായിടത്തേക്കും ഓടി നടന്നാണ് വർക്ക് ചെയ്യുന്നത്. മാഷാല്ലാ. നമ്മുടെ വണ്ടിയുടെ ഒക്കെ ടോപ്പ് ഉണ്ടല്ലോ, ഹെഡ് ലൈനർ എന്ന് പറയും. അപ്പോൾ അതടക്കം അഴിച്ചെടുത്ത് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഷംസുഖ നമ്മളെ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണ കാര്യങ്ങളൊക്കെ. ഓ, അത് നമ്മൾ സീറ്റ് ഫുൾ ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ഉള്ള സീറ്റ് തന്നെ മോഡിഫൈ ചെയ്യണോ? അതല്ലേ, എന്നിട്ട് നിസ്മോന്റെ ഇതിലേക്ക് മാറ്റുന്നത് അല്ലേ? ഈ ഫ്രണ്ട് ഡാഷ് ഒക്കെ മാറ്റും. അതല്ലേ? ഇത് അഴിച്ച് നിങ്ങൾ ഒറിജിനൽ അതിന്റെ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? ഇതിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നിസ്മോന്റെ ഇതിലേക്ക് മാറ്റി അല്ലേ? അൽക്കന്താറ. അത് നമ്മ ഇത് അടിച്ചതാണോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വരും? ഇവിടെ അടിച്ച് ഷേപ്പാക്കിയാക്കണം തന്നെ അല്ലേ? ഈ പഴയ ടൈപ്പ് വണ്ടിനെ നിസ്മോ എന്ന് പറയുന്ന വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഫേസ് ഷിഫ്റ്റിംഗ് പോലെയുള്ള വർക്കുകളും ഉണ്ട്. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവർ പെരുമാറുന്ന രീതി, അവർ തരുന്ന സർവീസ്, ഇതൊക്കെ ഒരു അവിഭാജിക ഘടകമാണ്. ചില ആൾക്കാരത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൊല്ലാൻ നിൽക്കണ പോലെയൊക്കെ ഇടപെടാം. അപ്പോൾ ഷംസുഖ മാഷാല്ലാ നല്ല പോലെയാണ് ഇടപെടുന്നത്, അതൊരു വലിയ ഫാക്ടറാണ്. ഇനിയിപ്പോൾ വർക്ക് അവർ ചെയ്ത് തുടങ്ങിയിട്ട് എത്രമാത്രം പെർഫെക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഷംസുഖ നമുക്കുള്ള സാധനം കൊണ്ട് വരണം. ഷംസുഖ ഇതാണോ നമ്മളുടെ? ഇതാണ് നമ്മളെ മുതലാളി തന്നെയാണ് നമുക്ക് പ്രത്യേക സാധനം കൊണ്ട് തന്നിരിക്കണത്. ഇതിന് വെൽഫിറ്റിൻ്റെ സാധനം
ആ പേര് പറഞ്ഞുപോയി. ഷമീർക്കാണ് നമ്മളെ പരിപാടി സെറ്റാക്കാൻ പോണത്. സീറ്റ് ഊരിയെടുത്തതും ഒരുപാട് ചില്ലറ പൈസകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴത്തേനാണ് എൻ്റെ കീസിൽ നിന്ന് പോയത്. എനിക്ക് ഒട്ടി എൻ്റെ പോന്നെ ഇവിടെ നടത്തിയിട്ട് കിട്ടുന്നില്ലല്ലോ. ഒട്ടിയിട്ട് അവിടെ അത് കിട്ടി. എൻ്റെ അടുത്ത പൈസ കിട്ടി. മോതിരം എന്തൊക്കെയോ ഉണ്ട്. മക്കളുകൾ നല്ല കളിയിൽ കളിക്കുന്നത്. സൂചികളുകൾ കുറേ കിടക്കുന്നുണ്ട്. ബദാം, ഇതിന് മാത്രം മോതിരത്തിൻ്റെ കല്ല്. അത് അടിപൊളി കല്ലുള്ള കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ കാറിൻ്റെ അടിയിലിടുന്ന ഫ്ലോർ മാറ്റ്, പല ടൈപ്പ് ഫ്ലോർ മാറ്റുകളുണ്ട് കേട്ടോ. ഒട്ടുമിക്ക കടയിലും നമ്മൾ ഈ വെൽഫെറ്റിൻ്റെ സീറ്റ് കവർ അവിടെ സ്റ്റോക്കില്ല. അവർ വരുത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് തരാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഷംസുക്കാരുടെ ഷോപ്പിൽ വെൽഫെറ്റിൻ്റെ കവറുകളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ റെഡി സ്റ്റോക്കാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ വെൽഫെറ്റിൻ്റെ ആണ് നല്ലതെന്ന് കുറേ പേര് പറഞ്ഞു. അതല്ലേ? ഓക്കെ, ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. ആൾക്കാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാതെ നമ്മളെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്ത ആൾക്കാർ അതിൽ നിന്നൊരു നല്ലത് മാത്രം സജസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഇതുണ്ട്. അതല്ലേ? അതല്ലേ? ഓക്കെ. അതുപോലെയൊക്കെയാണ് നമ്മളെ സീറ്റ് പൊക്കി നോക്കിയാലുള്ള അവസ്ഥ. നല്ലപോലെ കച്ചറയുണ്ട്. അതിലെ പഴയ കവർ ഊരിയപ്പോൾ നല്ലപോലെ പൊടിയും കച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കണ്ടറിയാം. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീറ്റിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ പുരാതന വസ്തുക്കളാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ മാറ്റിയതിന് ശേഷമുള്ളൊരു ലുക്കാണ്. നല്ല വണ്ടിയുടെ ഉള്ളിൽ തന്നെ നല്ലൊരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ വർക്ക് ചെയ്ത് തന്നു. സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ കെയർ ഓഫിൽ എന്തെങ്കിലും പറ്റുന്ന ഓഫറുകൾ ഡിസ്കൗണ്ട് പ്രത്യേകം കൊടുക്കുക. അതെ, ഇൻഷാല്ലാ. കാർഡ് പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഫൈനലി നമ്മളെ കാറിൻ്റെ സീറ്റ് കവറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ ഇങ്ങനെ കടകളിൽ കയറി ചെല്ലുമ്പോൾ അവരിങ്ങനെ 450, 550 എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു എമൗണ്ടായിട്ട് തോന്നി. പക്ഷേ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇവർ 4 പേര് ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. നല്ല പെർഫെക്റ്റായി. വണ്ടി പുതിയതുപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇരുട്ടാണ് ഇപ്പോൾ. അപ്പോൾ നല്ലോണം വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിൽ അവർ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീറ്റ് കവർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഇടാം. ഷംസുഖാനെ വന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം പ്രൈസൊക്കെ കുറച്ച് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണും വരെ ബൈ.